ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ജൂൺ 3 സ്കൂളൊക്കെ തുറക്കുമല്ലേ. അപ്പോൾ ഞാൻ അനീത്തിനെ കൊണ്ട് അനീത്തിയുടെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് പോവുകയാണ്. അപ്പോൾ കണ്ടോ, പിള്ളേരൊക്കെ അവരുടെ സ്കൂളിലൊക്കെ പോവുകയാണ്. ഞങ്ങൾ കുറേ നേരം ബസ് കാത്തി നിന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ കാണിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8 8:30 ആവാറാകുമ്പോഴത്തേക്ക് ഇറങ്ങി. 8:30 ആവാറാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറേ നേരം ബസ് നോക്കി നിന്ന്. ബസ് വന്നില്ല. ദെൻ ഫൈനലി ബസ് വന്നു. കസ്വ. സാധാരണ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 7:15 പോയിക്കൊണ്ടിരുന്ന ബസ്സാണ് കസ്വ വന്നു. നിങ്ങളങ്ങനെ കയറി 13 രൂപ പോയിൻ്റ്. കുഞ്ഞോളിയുടെ സ്കൂളിൽ പോയി. സ്കൂളിലേക്ക് പോകാൻ കുറച്ച് വഴിയുണ്ട് കേട്ടോ. നമ്മൾ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങളങ്ങനെ നടക്കാണ്. കുറച്ച് വഴിയുണ്ട് നടക്കാൻ. ഞങ്ങൾക്ക് ശരി മെട്രാണ്. ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ സെമ്മിൽ ഇൻറ്റേൺഷിപ്പിന് പോയത്. അപ്പോൾ എനിക്ക് ആ സ്കൂൾ അത്യാവശ്യം പരിചയിക്കായിട്ടുണ്ട്. പിന്നീട് നോക്ക്. വർഷം കാലത്ത് മരം മറിഞ്ഞു വീണല്ലോ. കാറ്റും പോയി, ഇടിയും പോയി, മഴയും പോയല്ലോ. കാറ്റല്ലോ. നമ്മളങ്ങനെ ഫൈനലി സ്കൂളെത്താണ്. കുഞ്ഞോളൊരു സ്കൂളെത്തി ഗൈസ്. ചുവന്ന ബലൂണൊക്കെ ഫ്രണ്ടിൽ കണ്ട ഗൈസ്. ചുവന്ന ബലൂൺ പ്രവേശനോത്സവം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുഞ്ഞോളുടെ സ്കൂൾ നമ്മൾ നടന്ന് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ സ്കൂളിലെത്തിയപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ വരവേൽക്കണ സ്ഥലത്തൊക്കെ ഇങ്ങനെ ബലൂൺ, പിന്നെ എന്താ തോരണം, പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ഓലം കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തോ സംഭവമൊക്കെ എനിക്കതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. എന്നിട്ട് ഞങ്ങൾ നടന്ന് ഓഡിറ്റോറിയത്തിലെത്തി ഗൈസ്. ഓഡിറ്റോറിയം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. തിരക്കും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് തന്നെ പോയിട്ടോ. ബാക്കിലൊന്നും നമ്മളൊന്നും ഇരിക്കില്ല. നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി. ഫ്രണ്ടിൽ പോയപ്പോൾ അവിടെ കുഞ്ഞോളിയുടെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ തൊട്ട് ബാക്കിലെ സീറ്റിലാണ് നമ്മളിരുന്നത്. അപ്പോൾ കുഞ്ഞോളുടെ ഫ്രണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. നസ്രിൻ എന്നാണ് അവൻ്റെ പേര് കേട്ടോ. ദെൻ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഹോളിലിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പാരൻസും കൂടെ നിൽക്കുന്നവരൊക്കെ താഴേക്ക് പുതിയ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നല്ല രസമുണ്ട് കേട്ടോ. അവിടത് ഓട്ടം തുള്ളലിൻ്റെ രീതിയോ എനിക്കറിയില്ല. അതെന്ത് കളർ പോകുന്നത് എനിക്കറിയില്ല. സത്യത്തിൽ എനിക്കറിയത്തില്ല. ഓട്ടം തുള്ളലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ട കാണുമ്പോൾ അറിയാമല്ലോ ചെണ്ട എന്തൊക്കെയാന്ന്. പിന്നെ പിള്ളേരെ തന്നെ ഇങ്ങനെ കരടിയുടെ രൂപം അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്തായാലും മറ്റേ സ്കൂളിലുണ്ടായിരുന്ന എല്ലാ വിഷ്വൽസും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഓക്കെ ഗൈസ്. ഇപ്പോഴും ഓർമ്മ വന്നേ. ഇത് ഈ കലാരൂപം ഉണ്ടല്ലോ, ഓട്ടം തുള്ളലൊന്നും അല്ല കേട്ടോ. ഈ ഓട്ടം തുള്ളലിൻ്റെ മുഖത്ത് ഈ ജോക്കറിനെ വരയ്ക്കണ മാതിരി കണ്ടല്ലോ വരയ്ക്കുക. എനിക്ക് ഓട്ടം തുള്ളലല്ല, ഇത് വേറെന്തോ കലാരൂപമാണ്. എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ബിലോ. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാവരും വരവേൽത്തി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ
ഹോളിലേക്ക് പോവാണ്. ഹോളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ സൈഡിൽ ലഡു, ആ ടീച്ചറൊക്കെ ലഡു ഒക്കെ തരുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമുക്ക് ലഡു ഒക്കെ കിട്ടി. ഞങ്ങളങ്ങനെ ലഡു ഒക്കെ കഴിക്കണം കഴിച്ച്. എൻ്റെ അനിയത്തിക്കും എനിക്കും മധുരത്തിനോട് അത്ര താല്പര്യമില്ലെങ്കിലും എനിക്ക് ലഡു പ്രത്യേകം ഒരു ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ലഡു കിട്ടി ഞാൻ കഴിക്കും. ബാക്കി മധുരമൊക്കെ അങ്ങനെ കഴിക്കില്ലെങ്കിലും ലഡു ഞാൻ കഴിക്കും. അനിയത്തി കുറച്ച് കഴിച്ചിട്ട് ബാക്കി എനിക്ക് തന്നു സ്നേഹം കൊണ്ടേ. അല്ലാണ്ട് അവൾക്ക് മടുത്തിട്ടൊന്നും വല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ രംഗപൂജയായിരുന്നു കേട്ടോ. രംഗപൂജ കഴിഞ്ഞിട്ടായിരുന്നു ദെൻ ഇനാഗുറേഷനൊക്കെ. ദെൻ ഇനോഗുറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാരുടെ ഇങ്ങനെ പ്രസംഗവും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസംഗമേ ഇഷ്ടമല്ല. കാരണം ഞാൻ ഉറങ്ങിച്ചാവായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ടൈപ്പില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പ്രസംഗം കേൾക്കുക സത്യം പറഞ്ഞാൽ നല്ല പോരായിരുന്നു. പിന്നെ പുതിയ പുതിയ കുട്ടികൾക്ക് LKG UKG വന്നവരുണ്ട്. അങ്ങനെ പുതിയ പുതിയ അഡ്മിഷനുള്ള കുട്ടികൾക്ക് ഇങ്ങനെ സമ്മാനദാനവും അവരിങ്ങനെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, ഓരോന്നിങ്ങനെ കൊടുക്കലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് തേനൊക്കെ കൊടുക്കലുണ്ടായിരുന്നു. അപ്പം അനീതിക്ക് തേൻ കിട്ടില്ല പറഞ്ഞിട്ട് തേൻ വേണം പറഞ്ഞിട്ട് എന്നോട് പറയണ്ടാണേ. തേൻ കിട്ടിയില്ല, തേൻ വാങ്ങിക്കണം അപ്പോൾ പറഞ്ഞിട്ടൊക്കെ എന്നോട് ചെവിയിൽ പറയണ്ടാണത് തേൻ. അതെന്നിട്ട് പിന്നെ പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാട്ടുണ്ടായി നമ്മുടെ ഇവിടെ ഒക്കെ കല്യാണ വീട്ടിലും ഓരോ പരിപാടിക്കൊക്കെ പാട്ട് പാടുന്ന ചേട്ടന്മാരും ഇക്കായ ഷാനവാസ്കായൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ അടുത്തൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ അവരുടെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പാട്ടിൻ്റെ വൈബിൽ കുട്ടികളെല്ലാവരും ഡാൻസ് കളിക്കല്, കുട്ടികൾ പറയുന്ന പാട്ട് അവർ വെച്ച് ഇങ്ങനെ പാടിക്കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. അടിപൊളിയായിരുന്നു. പാട്ടിൻ്റെ ഒക്കെ ഒപ്പം അവരുടെ സാറും കൂടി അവരുടെ ഒപ്പം ഡാൻസ് കളിക്കണ്ടാ. കുറേ നേരം ഉണ്ടായിരുന്നു പാട്ട്.
Ready, 1, 2, 3, go. കൂടത്തുള്ള 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 അങ്ങനെ നമ്മളെന്താ കുഞ്ഞോളി ഈ കൊട പിടിച്ചിട്ട് ആ ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി സ്കൂളിൽ നിന്ന് ഇറങ്ങി. അവിടെ ഇപ്പോഴും പാട്ടും മേളവും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളതിന് നിന്നില്ല. സമയം ഇപ്പോൾ ഒരു മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല. ഉമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞ് എങ്കിൽ വീട്ടിൽ വരെ, അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാനൊക്കെ പറഞ്ഞു. ഇപ്പോഴും അവിടെ ഓരോ പാട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി. കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവൾക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി. അല്ലേ കുഞ്ഞുള്ളി നോക്കൂ, അല്ലേ മതി. അപ്പോൾ ചിലപ്പോൾ വാപ്പീനെ വഴിക്ക് വെച്ച് കിട്ടുകയാണെങ്കിൽ വാപ്പിയുടെ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാറ്. നമ്മളങ്ങനെ സ്റ്റോപ്പിലാണ് വാപ്പി പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിച്ചങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാപ്പി വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആടൊക്കെ ഉള്ളതുകൊണ്ട് കന്നോളൊക്കെ എടുക്കണം. അത് നമ്മുടെ പഴയ വീട്ടിൽ കുറച്ച് വാടകക്കാരുള്ളതുകൊണ്ട് അവർ കന്നോളൊക്കെ നമുക്ക് ആടുള്ളതുകൊണ്ട് അവിടെ സ്റ്റോർ ചെയ്തു. അത് വാപ്പി സാധാരണ ജോലിയിൽ നിന്ന് വരുമ്പോഴാണ് എടുക്കാറ്. അപ്പോൾ വാപ്പി അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കണം. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനും നമ്മുടെ പഴയ വീടാണിത്. അങ്ങനെ നമ്മൾ അവിടുന്ന് കന്നോളൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീടെത്തി കണ്ണാൻ കയറിപ്പോയി. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ബൈ പറയൂ. ബൈ.